കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ ചർച്ചകൾ തകൃതിയായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മടങ്ങിയ AICC നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ നിർണായകമായ യോഗവും ചേരും. മുഖ്യമന്ത്രി പരിഗണനയിലുള്ള 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. മറ്റന്നാളാണ് ഈ ഞായറാഴ്ചയായിരിക്കും പ്രഖ്യാപനമെന്ന് അറിയുന്നു. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. അതുപോലെ ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനും തിരിഞ്ഞുണ്ട്. ഗുഡ് മോർണിംഗ് അർജുൻ ആൻഡ് ഷബീദ് റാവുത്തർ. ഷബീദ്, വലിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ നിരീക്ഷകർ മടങ്ങി. ഇനി ഒടുവിൽ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇനി എന്താണ് എന്നുള്ളതാണ് കോൺഗ്രസിലെയും അതേപോലെ തന്നെ കേരളത്തിന്റെയും ആകാംക്ഷ എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെ നമ്മൾ കണ്ടു, തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകളായിരുന്നു. പ്രത്യേകിച്ച് നിയുക്ത MLA-മാരുടെ മനസ്സിറക്കം AICC നിരീക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇക്കാര്യം റിപ്പോർട്ടായി ഹൈക്കമാൻഡിന് കൈമാറും. കൂടാതെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഇവരുമായി AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തും. അതിനൊക്കെ ശേഷം കുറച്ചുകൂടി പ്രോസസ്സ് നടത്തിയിട്ടായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള ആ പ്രോസസ്സിന്റെ പ്രധാന കടമ്പ അത് ഇന്നലെയൂടെ കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് മാരത്തൺ ചർച്ചയായിരുന്നു. മാത്രമല്ല പലരുടെയും മനസ്സ് കേട്ട്, മുതിർന്ന നേതാക്കളുടെ അടക്കം മനസ്സ് കേട്ടാണ് AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളിൽ MLA-മാരുടെ എണ്ണത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് KC വേണുഗോപാൽ പക്ഷം. ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ അത് എങ്ങനെ അവഗണിക്കുമെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ചോദ്യം. അതേസമയം ഈ VD അനുകൂല പക്ഷം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഘടകകക്ഷികളുടെ പിന്തുണ അവർക്കാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല മുഖ്യമന്ത്രി പദവിയിലേക്ക് തനിക്ക് അനുകൂലമായ ജനവികാരം ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുമെന്ന ഉറച്ച വിശ്വാസം അവരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഘടകകക്ഷികളുടെ നിലപാട് അതിന് കാര്യമായിട്ടുള്ള മുൻഗണന അല്ലെങ്കിൽ പരിഗണന കൊടുക്കണമെന്ന് VD സതീശൻ പക്ഷം പറയുന്നുണ്ട്. കൂടാതെ ഈ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള നേതാവിന് പിന്തുണ കൂടുന്നത് സ്വാഭാവികം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് VD സതീശൻ പക്ഷം ആവർത്തിക്കുന്നുമുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തലയും വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം പറയുന്നത് ഈ MLA-മാരുടെ പിന്തുണ അത് തനിക്കുമുണ്ട്. മാത്രമല്ല സീനിയോറിറ്റി എന്ന് പറയപ്പെടുന്ന കാര്യം അത് ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതിരിക്കരുത് എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസ പ്രകടനം അത് രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇനി തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും അതേപോലെ ഹൈക്കമാൻഡും അടക്കമാണ്. അവരിലേക്ക് എത്തുന്ന AICC നിരീക്ഷകരുടെ കമന്റ് അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഈ വിഷയത്തിൽ ശ്രദ്ധേയമാകും. ഏതായാലും കേരളത്തിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ കന്റോൺമെന്റ് ഹൗസിലും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും അതേപോലെ ഇന്ദിരാഭവനിലും AICC നിരീക്ഷകർ താമസിച്ചിരുന്ന ഹോട്ടലുകളിലടക്കം നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഒരു ബഹളം നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ശോഭകെട്ടുള്ള സത്യപ്രതിജ്ഞ അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയധികം സീറ്റ് നേടി അധികാരത്തിലേക്ക് എത്തി മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കം മുഖ്യമന്ത്രിമാരെയൊക്കെ കൊണ്ടുവന്ന വലിയ ആഘോഷമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രി ചർച്ചയെ ചൊല്ലി നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഇടം തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് ശോഭ കെടുത്തും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഏതായാലും ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തും. ഒരു പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെ ഇന്നോ നാളെയോ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. ഞായറാഴ്ചയ്ക്ക് മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് AICC അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു ഷബീദ് റാവുത്തർ. ഇനി അർജുൻ പീതാംബരൻ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന യോഗത്തെക്കുറിച്ചാണ് അർജുൻ നമ്മോട് പറയാൻ പോകുന്നത്. പറയൂ അർജുൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിരീക്ഷകർ ഇന്ന് അവരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകും. ഇന്ന് ഉച്ചയോടെയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള കാര്യത്തിൽ MLA-മാരുടെ അഭിപ്രായം അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് ഈ കോൺഗ്രസ് നിരീക്ഷകരായി എത്തിയിട്ടുള്ള, അതായത് കേരളത്തിൽ നിന്നും അഭിപ്രായം തേടി ഡൽഹിയിലേക്ക് മടങ്ങി എത്തിയിട്ടുള്ളവർ നൽകാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഹരിയാനയിൽ ചില പരിപാടികളുമായി തിരക്കിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് രാത്രി കൂടിയായിരിക്കും ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തന്നെ ആയിരിക്കും ഈ റിപ്പോർട്ട് നിരീക്ഷകർ നൽകുക. അതിനുശേഷം ഇന്ന് രാത്രിയോടെയോ നാളെയോടെയോ പ്രധാനപ്പെട്ട നേതാക്കളെ, അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് നിലവിൽ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ളവരിൽ ഒരാൾ KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെയുണ്ട്. മറ്റു 2 പേർ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ VD സതീശൻ. ഈ 2 പേരും ഇന്ന് രാത്രിയോ നാളെയോടെയോ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അവരുമായി ഒരു അവസാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് തീർച്ചയായിട്ടും KC വേണുഗോപാലിനാണ്. 47 പേരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ പക്ഷം വാദിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് 35 MLA-മാരുടെ പിന്തുണ VD സതീശനുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ പക്ഷം പറയുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും 30-ലധികം MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ക്യാമ്പും വ്യക്തമാകുന്നുണ്ട്. ഇതിൽ MLA-മാരുടെ വികാരം മാത്രം അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ മാത്രം കണക്കിലെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ KC വേണുഗോപാലിനെ നറുക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും അദ്ദേഹം ഹൈക്കമാൻഡിലെ ഒരു നേതാവാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തട്ടകം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഗ്രീൻ സിഗ്നൽ അക്കാര്യത്തിൽ
വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന് വീണ്ടും പുതിയൊരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ തേടേണ്ടി വരും, അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെ അതിലൊരു അന്തിമ ചർച്ച അല്ലെങ്കിൽ അന്തിമ തീരുമാനമെടുക്കുക രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. MLA-മാരുടെ പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് അക്കാര്യങ്ങൾ കൂടി KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് പ്രത്യേകിച്ചും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പരിഗണനയ്ക്ക് എടുക്കും. അതുപോലെ തന്നെയാണ് ഘടകകക്ഷികളുടെ വികാരം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ക്യാമ്പ് പറയുമ്പോൾ പോലും ഘടകകക്ഷികൾ ഒന്നടങ്കം VD സതീശന് പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മൾ കർണാടകത്തിൽ കണ്ടതുപോലെ MLA-മാരുടെ പിന്തുണയുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ജനവികാരം, ജനങ്ങൾക്ക് കൂടുതൽ പിന്തുണയുണ്ടായിരുന്ന DK ശിവകുമാറിനോട് തൽക്കാലം കാത്തിരിക്കൂ എന്നുള്ളൊരു മറുപടിയാണ് ഹൈക്കമാൻഡ് അന്ന് നൽകിയത്. എന്നാൽ അതേ ഒരു പാറ്റേണിലേക്ക്, അതേ ഒരു ഫോമിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. പ്രത്യേകിച്ചും 5 വർഷക്കാലം ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നയിച്ചതും ജനപിന്തുണയുള്ളതും ഘടകകക്ഷികളുടെ പിന്തുണയുള്ള നേതാവായിട്ടാണ് VD സതീശൻ എത്തുന്നത്. അർജുൻ നിൽക്കുന്ന സ്ഥലത്തും ഒരുപാട് ഫ്ലക്സ് ഉണ്ടല്ലോ. കേരള ഹൗസിലാണോ ഈ സംഭവം? SK തീർച്ചയായിട്ടും ഞാനിപ്പോൾ കേരള ഹൗസിലാണ് നിൽക്കുന്നത്. എനിക്ക് ചുറ്റും ഫ്ലെക്സുകൾ തന്നെയാണ്, കോൺഗ്രസിന്റെ ഫ്ലെക്സുകൾ തന്നെയാണ്. അതിൽ KC വേണുഗോപാലിന് അനുകൂല ആയിട്ടുള്ള ഫ്ലെക്സുകളുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഡൽഹി ഘടകം വെച്ചിരിക്കുന്ന ഫ്ലെക്സുകളാണ്. കുറച്ചുകൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരള ഹൗസിലെ തന്നെ NGO യൂണിയനുകൾ വെച്ചിട്ടുള്ള ഫ്ലെക്സുകൾ കാണാം. നമ്മുടെ സർക്കാർ അധികാരത്തിലേക്ക് എന്ന് പറയുന്ന കേരള NGOയുടെ ഫ്ലെക്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് VD സതീശന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് VD സതീശ് അഭിവാദ്യങ്ങൾ, പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള കാര്യം വെച്ച് ുള്ള ഫ്ലെക്സ് 102 സീറ്റുകളോടെ UDF-നെ അധികാരത്തിൽ എത്തിച്ച നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് VD സതീശനെ ഈ ഒരു ഫ്ലെക്സിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടു പുറകിലായി KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നയിച്ചവൻ നായകൻ, ദ റിയൽ ലീഡർ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫ്ലെക്സ് KC വേണുഗോപാലിന് വേണ്ടിയും വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് KMCCയുടെ ഒരു ഫ്ലെക്സ് കൂടി കേരള ഹൗസിന്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് പാണക്കാട് തങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ഈ 4 നേതാക്കളാണ് KMCC ഡൽഹിയുടെ ഫ്ലെക്സിലുള്ളത്. VD സതീശൻ, KC വേണുഗോപാലല്ല, VD സതീശൻ, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പാണക്കാടങ്ങൾ, ഇത്രയും ഫ്ലെക്സുകൾ നിറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഫ്ലെക്സുകൾ ഒരുപക്ഷെ കേരളത്തിലെ തർക്കം മൂർച്ഛിക്കുന്ന പോലെ തന്നെ കേരളത്തിലും ഫ്ലെക്സ് യുദ്ധം മൂർച്ഛിക്കുകയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലും കേരള ഹൗസിലും ഈ ഫ്ലെക്സ് യുദ്ധം മൂർച്ഛിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഡൽഹിയിലേക്ക് ഈ ഒരു ചർച്ചകൾ മൂർച്ഛിക്കുന്നു. ഡൽഹിയിലേക്ക് ഈ ചർച്ചകൾ വളരെ രൂക്ഷമായിട്ട് തന്നെ ഇനി ഇന്നും നാളെയും എല്ലാം തന്നെ ആരാകും കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കേരളത്തിലെ വലിയ രീതിയിൽ ഡൽഹിയിൽ ചർച്ചയാകാൻ പോകുന്നു. ഞായറാഴ്ചയോടെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയോടെയോ നാളെയോടെയോ VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തി നേതാക്കളുമായി, ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. അതിലൂടെ പ്രശ്നങ്ങളില്ലാതെ ഒരു പരിഹാരത്തിലൂടെ ഞായറാഴ്ച തന്നെ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. SK. ഓക്കെ, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.